നമസ്കാരം സഹോദരൻ. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ തന്നെ എന്തെല്ലാം കണ്ടന്റുകളാണ് ഈ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളോട് പറയാനും വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല, നമ്മൾ എൻ്റർടൈനിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യാനും പല കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ എടുക്കാനും അതുപോലെ പല കാര്യങ്ങൾ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയുടെ പോരായ്മകൾ, അതായത് ഞാനിപ്പം ഷൂട്ട് ചെയ്ത് ഇടുമ്പോൾ അതിനുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ്, തുടക്കമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മൈക്കൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ മൈക്ക് യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് ഈ ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യം നമുക്ക് ഉള്ള കാര്യം, അതായത് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള വീഡിയോ എടുത്തിടാനും അതുപോലെ തന്നെ നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ എല്ലാ വീഡിയോകളും നമുക്ക് ചെയ്യാം, എല്ലാ രീതിയിൽ. അപ്പം ഇന്ന കണ്ടന്റ് ഇന്ന കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പം വ്ളോഗാണെങ്കിൽ വ്ളോഗ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അതിനെപ്പറ്റിയുള്ള ഇതിടും. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ചർച്ചകളോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ടോക്കും കാര്യങ്ങളും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുന്നതായിരിക്കും. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം ഇന്ന കണ്ടന്റ് തന്നെ ഇടണം അല്ലെങ്കിൽ ഇതുപോലത്തെ ഇത് മാത്രമാണ് ഇതാക്കുന്നതൊന്നുമില്ല. അതുപോലെ തന്നെ എൻ്റെ സൗണ്ടിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. സൗണ്ട് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെയാണ്. പിന്നെ അതുപോലെ തന്നെ മൈക്ക് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി സൗണ്ട് എടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായൊക്കെ ഒരു വോയിസ് ചേഞ്ചൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ എന്നെ 2019 കണ്ടിട്ടുള്ളവരുണ്ട്, 2019 2015 കണ്ടിട്ടുള്ളവർ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പം ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2025, അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. അപ്പം എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ അവരൊക്കെ കണ്ടിട്ട് ഇപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഇപ്പം നീ തന്നെയാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നീ തന്നെയാണോ ഇതിലുണ്ടാകുന്നത്, അപ്പോൾ വോയിസ് ഒക്കെ വല്ലാണ്ടിരിക്കുന്നതൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെയാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുള്ളതൊക്കെയാണ്. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ സൗണ്ട് വ്യത്യാസമായിട്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ കട്ടിക്ക് സംസാരിക്കുന്നതല്ല, അതിപ്പോൾ എൻ്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയാണ്. ഇപ്പോൾ ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നമാണ്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അറിയാം, നമ്മുടെ നാട്ടിലെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മനുഷ്യത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്വന്തം കുടുംബത്തിൽ തന്നെ ഉള്ളവരെ കൊലപ്പെടുത്തുന്ന ന്യൂസുകളാണ് നമ്മൾ ദിവസേന കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കേൾക്കുന്ന ഏതെങ്കിലും കൊലയോ അല്ലെങ്കിൽ ഏതെങ്കിലും മോശമായിട്ടുള്ള ന്യൂസുകൾ തന്നെയായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള രീതിയിൽ നമുക്ക്, അതായത് എനിക്ക് ഷെയർ ചെയ്യാൻ, നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, അതായത് തന്നെ അതിനെപ്പറ്റിയുള്ള പല കാര്യങ്ങളും പറയാനും വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ വീഡിയോയുടെ പോരായ്മകൾ ഇത്രയൊക്കെയാണ്. അപ്പം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നമുക്കിവിടെ സ്റ്റുഡിയോ കാര്യങ്ങൾ അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും തന്നെയാണ് നമ്മൾ കിട്ടുന്ന സ്ഥലങ്ങളിൽ വെച്ച് എടുക്കുന്നതാണ്. അപ്പം ക്യാമറ എടുക്കുന്നതും ഷൂട്ട് ചെയ്യുന്നതും അത് റെക്കോർഡ് ആക്കുന്ന എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഹെൽപ്പിനോ കാര്യങ്ങളൊന്നും ആരും തന്നെ ഇല്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുള്ള ഈ വീഡിയോയിൽ വരാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഇതില്ലാതെ ഇരിക്കുകയാണ്. ഇപ്പം എന്തുകൊണ്ട് ഇപ്പം 15 വയസ്സുള്ള പയ്യന്മാർ പിള്ളേരൊക്കെ എന്ന് വെച്ചാൽ ക്രിമിനൽ മൈൻഡ് പോലെ ഇപ്പം ഒരു പയ്യനെ കൊലപ്പെടുത്തി അതിനേക്കുള്ള ന്യൂസിലൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ വിദേശികളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നാടാണ് നമ്മുടെ നാട് കേരളം എന്ന് പറയുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വളരെ ശാന്തമായ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ ഉള്ളൊരു ഇതാണ് പൊതുവെ ഇവിടെ തന്നെ സൗദിയിൽ തന്നെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ നാടൊക്കെ വന്ന് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു നാടാണ്. അപ്പോൾ അതിലെല്ലാം തെറ്റുവരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പോക്ക് പൊക്കോണ്ടിരിക്കുന്നത്. കാരണം ആർക്കും മനുഷ്യ ജീവന് തന്നെ ഒരു വിലയില്ലാതായിരിക്കും. മനുഷ്യ ജീവനം തന്നെ മൊത്തം മൃഗമാണെങ്കിൽ അതിനോടാണെങ്കിലും ക്രൂരതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ച് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അതുപോലെ ഇപ്പോൾ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ വ്ളോഗുകൾ എടുക്കാം. ഇപ്പം ഞാനുള്ളതെന്ന് വെച്ചാൽ സൗദിയിൽ, അപ്പോൾ അതിൻ്റെതായ ഒരു സമയ വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ വീഡിയോ ചെയ്തിടാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ ഇത്രയേ ഉള്ളൂ. അപ്പം കണ്ടന്റുകളെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഉള്ള കാര്യമൊന്നും പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ചുറ്റുമുള്ള, അതായത് നമ്മൾ സഹകരിക്കുന്ന എല്ലാവരോടും നമ്മൾ നല്ലൊരു ബന്ധം വെച്ച് പുലർത്തുക എന്നുള്ളതാണ്. കാരണം നമ്മളെ സഹകരിക്കുന്ന നമ്മളെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങൾ, നമ്മളെ കുടുംബക്കാരോടൊക്കെ നല്ലൊരു രീതിയിലുള്ളൊരു ടൈമിങ് വെച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കാരണം നമുക്കിപ്പോൾ ലോകം മൊത്തം നമുക്ക് നന്നാക്കാനല്ലേ, ലോകം മൊത്തം നമുക്കെന്ന് പറയാനേ പറ്റില്ല. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി കൊടുക്കുക എന്നുള്ളതാണ്. അത് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം എന്താണെന്നുള്ള മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളാണ് മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥ അങ്ങനെയാണ്. ഒരുപാട് രീതിയിൽ ഇപ്പം ആർക്കും മനുഷ്യ ജീവന് തന്നെ ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ളൊരു പോക്കാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്നത് ഇപ്പോഴത്തെ ന്യൂസുകൾ വരുന്നതൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള രീതിയിൽ ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് മാക്സിമം ലൈവിലൊക്കെ വരാൻ നോക്കാം. അപ്പം എൻ്റെ സമയം കിട്ടുന്ന പോലെ നമ്മൾ ചെയ്യാം. അതിപ്പോൾ എനിക്ക് ഈ ഒരു മാസമേ സമയമുള്ള, ഈ ഒരു മാസം നമുക്ക് പറ്റുന്ന രീതിയിൽ വീഡിയോസൊക്കെ എടുത്തിടാം. ഇതൊരു സ്റ്റാർട്ടപ്പാണ്, അതായത് ജസ്റ്റ് ഞാൻ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ അതിനായിട്ട് ഇപ്പം ഇതിനെപ്പറ്റി നമ്മുടെ ചാനലിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും അതിനൊക്കെ വീഡിയോയുടെ പോരായ്മ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ സൗണ്ടിൻ്റെ കാര്യം ഞാൻ പറയാം, ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് മാറുമ്പോഴത്തേക്ക്
ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ഈ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം എന്നെ 2015-ലും 19-ലും കണ്ടവരുണ്ടാവും. അപ്പോൾ ഇപ്പം പെട്ടെന്ന് വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പം ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് നിങ്ങൾക്കും ഒക്കെ ചേഞ്ചസ് ഉണ്ടായിരിക്കാം, മനസ്സിലായില്ല. അപ്പം അതുപോലത്തെ ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഇതുണ്ടാവും, ഞാൻ തന്നെയാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ തന്നെയാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഇതുണ്ടാവും. വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ സൗണ്ടിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥയാണ്, അല്ലാതെ വേറെ കുഴപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഒരുപാട് സൗണ്ട് എടുത്ത് സംസാരിക്കുന്നുണ്ട്, ഒരുപാട് സൗണ്ട് സംസാരിക്കുന്നുണ്ട്. അത് ഇത് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മൈക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകളൊക്കെ ഒന്ന് കട്ടായിക്കോട്ടെ എന്ന് വെച്ചാൽ ഒരുപാട് സൗണ്ട് എടുത്ത് സംസാരിക്കുന്നുണ്ട്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് മാക്സിമം ഇതിനെപ്പറ്റി. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ചുറ്റുമുള്ള നമ്മൾ സഹകരിക്കുന്ന ആളുകളെല്ലാം നല്ല രീതിയിൽ നമ്മൾ സഹകരിക്കുക, അവരോടൊക്കെ നല്ല രീതിയിൽ നമ്മളൊരു ബന്ധം വെച്ച് ഇതാക്കാവുന്നതാണ്. നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോകൾ നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളിപ്പം ഓരോ ഏജ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഓരോ വയസ്സിലും നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് എടുത്തുകൊണ്ടിരിക്കുക, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊന്നും പഠിച്ചു തീരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ എത്ര വയസ്സ് വരെ ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ 60 വയസ്സ് വരെ ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പം 70 വയസ്സ് വരെ ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു 30 വയസ്സ് വരെ ജീവിക്കുന്നെങ്കിലും നമ്മൾ ആ ഓരോ വയസ്സിലും നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കി. അതുപോലെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയും ചർച്ചകൾ കൊണ്ടുവരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഞാൻ ആവർത്തിച്ച് പറയണം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംസാരങ്ങളോ ചർച്ചകളോ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് കമൻറ്റ് ചെയ്താൽ മാത്രം മതി, ഞാൻ അതേപോലെ വേണ്ട പോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയുള്ള വീഡിയോയുടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ചാനലിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഉണ്ടാകുന്ന പോരായ്മകളെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പോൾ എന്തെല്ലാം രീതിയിലുള്ള കണ്ടന്റുകളാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ പറയാം, സംസാരിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ശരിയാണ്.